വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ഇപ്പോൾ തറാവീഹിനൊന്നല്ല കൂടുതൽ ആളുകൾ മുഴുവനും നഗരത്തിലിറങ്ങിയിട്ട് ഈ ഒരു എന്താണ് ഈ ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടി നടക്കുന്നൊരു കാലം. ഇതിപ്പോൾ വല്ലാതെ ഓവറാണ്. മഞ്ചേരിയിലൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നഗരങ്ങളിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ റമദാനുണ്ട് കഴിഞ്ഞാൽ രാത്രിയിൽ സജീവമാക്കാം. അള്ളാൻ്റെ റസൂൽ റമദാനിൽ രാത്രി സജീവമാക്കാൻ പറയുന്ന ആരാധനകൾ കൊണ്ടാണെങ്കിൽ മാപ്പിളാരിപ്പോൾ സജീവമാക്കുന്നത് ഉപ്പിലിട്ട് കഴിച്ചിട്ട് നല്ല എരിവുള്ള, അതായത് ആമാശയം വരെ കരിഞ്ഞു പോകണം അത്ര എരിവുള്ള സാധനങ്ങൾ, വലിയ ഇതിലൊക്കെ എന്തെങ്കിലും മായം ചേർത്തുള്ള പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. എന്തായാലും നഗരങ്ങൾ മുഴുവനും അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ? ഇതിപ്പോൾ മഞ്ചേരിത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെയില്ല. ഞാനാകെ റമദാൻ രാത്രി നമ്മൾ ഇറങ്ങൽ ഒന്ന് ഈ തറാവി നിസ്കരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നില്ലാതെ നമ്മുടെ സ്ഥലത്ത് ഒരു ഒന്ന് രണ്ട് കട തുറന്നിട്ടുണ്ടാവും. അത് എന്നുള്ള സാധാ കടകൾ മാത്രമാണ്. ഇങ്ങനൊരു ഭ്രാന്ത് നമ്മുടെ അവിടെ ഇല്ല. കണ്ണൂരുണ്ടായിരിക്കാം, കാസർഗോഡ് ഉണ്ടായിരിക്കാം, മലപ്പുറം മഞ്ചേരിയിലുണ്ട്, പൊന്നാനി ഇവിടെ കർമാറോട്ടിലുണ്ട്. ഇവിടെയൊക്കെ സ്ഥിരം കാഴ്ചകളാണിത്. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം കാഴ്ചകളുണ്ടോ? പള്ളിയിലൊന്നും വലിയ ആളുകളൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ കുറച്ച് പ്രായമുള്ള ആളുകൾ, പിന്നെ ഒരു 40 കഴിഞ്ഞ കുറച്ച് ആളുകൾ, ഇവരൊക്കെ തന്നെ പള്ളിയിലുള്ളൂ. പിന്നെ കുറച്ച് വീട്ടിൽ നിന്നൊക്കെ ഒരു മതപരമായ ചിട്ടുള്ള പുറത്ത് പള്ളിക്ക് തന്നെ പോകണമെന്ന് നിർബന്ധം പിടിപ്പിക്കണ വീട്ടിലത്തെ കുറച്ച് കുട്ടികൾ, ഇതൊക്കെ തന്നെ പള്ളിയിലുള്ളൂ. അല്ലാത്ത ആളുകൾ മുഴുവനും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നടക്കുന്നത് ഈ ഒരു ഉപ്പിലിട്ട് തിന്നാനാണ്. അതായത് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഘോഷമാണ്. ഈ അടുത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ചില മതസംഘടനകളുടെ ഇഫ്താർ, അതായത് VIP ഇഫ്താർ വലിയ ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊക്കെ സമൂഹത്തിലുള്ള വലിയ ആളുകളെ മാത്രം ക്ഷണിക്കാവൂ. നോമ്പുള്ളവർ നായിക്കൊള്ളുന്നില്ല. VIP മാത്രമാണ് ആ ഇഫ്താറിന് ക്ഷണം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ക്ഷണമില്ല. എന്തിനാണ് ഇങ്ങനെ ഇഫ്താർ? എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ അള്ളി റസൂലും പറഞ്ഞാൽ ഇതൊക്കെ മതസംഘടന നടത്തുന്ന ഇഫ്താറാണ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചുണ്ടാക്കിയ ഇഫ്താറാണാവോ? രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമുദായിക മാനവിക ഐക്യത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരെയും വിളിച്ച് മറ്റേ ഇഫ്താർ നടത്തുന്നത് കാണാം. ഈ മതസംഘടനകൾ എന്തിനാണ് ഇങ്ങനെ ഇഫ്താർ നടത്തുന്നത്? എന്തായാലും ആളുകളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടൊക്കെ മാറി. റമദാനാവുമ്പോൾ ഒന്ന് ആത്മീയമായിട്ട് മുന്നേറുക എന്നുള്ളതൊക്കെ ഉപരി ഇന്ന് ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് പൊന്നാനിത്തെ പത്തൊക്കെ രസമാണ്. പൊന്നാനിൽ ആദ്യമേ രാത്രിയിൽ ഉറക്കമില്ല. റമദാനായി കഴിഞ്ഞാൽ അവിടെ സജീവം എന്നുള്ളത് പകൽ കിടന്നുറങ്ങുക. റമദാനിക്ക് കടകൾ തന്നെ പൂട്ടിയിടും പകൽ, എൻ്റെ രാത്രിയിലാണ് കടകൾ സജീവം. ആ കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറി എല്ലായിടത്തും പോലെ തന്നെയാണ്. രാത്രികൾ സജീവമാക്കുക, രാത്രികൾ കളികൾ. റമദാൻ്റെ രാത്രികൾ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളാക്കി മാറ്റി. അതൊരു എന്താ പറയുക, ആരാധനയുടെ ആഘോഷങ്ങളിന് പകരം ശാരീരികമായ ആഘോഷങ്ങളാണ്. ഏതായാലും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ? നിങ്ങൾ ഇത്തരത്തിൽ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിൻഷാദ് കുട്ടികളെ ഖുർആൻ പാരായണ മത്സരമുണ്ട്. നിങ്ങൾ വീഡിയോ ആയിട്ടാണ് ഖുർആൻ പാരായണം അയക്കേണ്ടത്, ഓഡിയോ ആയിട്ട് അയക്കരുത്. പിന്നെ ഇതിൻ്റെ സമ്മാനം പ്രഖ്യാപിക്കുക. ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചാൽ എന്നും സമ്മാനം പ്രഖ്യാപിക്കൂലേ എന്ന്. ഇല്ല, അത് മൊത്തത്തിൽ എല്ലാവരും കൂട്ടിയിട്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം ഒരു ആറോമ്പിൻ്റെ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മളിതിൻ്റെ ഒരു വിജയിനെ പ്രഖ്യാപിക്കുക. എന്തായാലും ഇന്നത്തെ മത്സരാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് 61 വയസ്സുള്ള ജുബൈരിയ സിദ്ദീഖ് വെങ്ങോലയിൽ നിന്നാണ്. 67ാമത്തെ സൂറത്തുൽ മുൽക്കാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. വളരെ നന്നായിട്ടുണ്ട്. ഇവർ ആത്മവിശ്വാസം എനിക്കിഷ്ടപ്പെട്ടു. 61 വയസ്സായ ഒരു ഉമ്മ ഖുർആൻ പാരായണം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഓതിയിട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ. കണ്ണൂർ ഇരട്ടിയിൽ നിന്ന് 13 വയസ്സുള്ള മുഹമ്മദ് സൽമാൻ. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله
الله ثم ينبئهم بما كانوا يفعلون من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون قل إنني هداني ربي إلى صراط مستقيم. മലപ്പുറത്ത് നിന്ന് ഫാത്തിമ മുഹ്സിന. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. മലപ്പുറത്ത് നിന്ന് 38 വയസ്സുള്ള ഹാജറ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد. وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. وقال رجل مؤمن من آل فرعون يكتم إيمانه وتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه. പിന്നെ മൻസിയ നൂറ 6 വയസ്സാണ് ഈ മോളുടെ പ്രായട്ടാ. وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. അപ്പോൾ എല്ലാവരും ഖുർആനത്തും അടിപൊളിയാണ്, ഒന്നിനൊന്ന് മെച്ചമാണ്. ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ട്, ഞാൻ ആ പിഴവുകളിലേക്കൊന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തായാലും അവർ മത്സരത്തിന് അയക്കാനൊരു മനസ്സ് കാണിച്ചുള്ള സന്തോഷം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പരമാവധി രേഖപ്പെടുത്തി, ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.